ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ആയാലും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ വന്ന് നോക്കണേ, ഐസ് കളയാൻ വേണ്ടി ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഐസ് പോയോ എന്നാണ് ഈ നോക്കണം. കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, അപ്പം അതൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം കാരണം അവിടെ അധികം സ്പേസ് ഇല്ല, ഇവിടെ ഒരു കണ്ടെയ്നറിലാണ്. അപ്പോൾ അവിടെ അധികം സ്പേസ് ഇല്ല. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓരോന്നായിട്ട് തുടങ്ങുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ കോഫി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം നോർമലി ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ആയിരിക്കില്ല റുട്ടീൻ. ഇപ്പം എൻ്റെ കോളേജും കാര്യങ്ങളൊക്കെ ഒരു ബ്രേക്കാണ്. എൻ്റെ ഒരു സെമിസ്റ്റർ ഒന്നും പറയാൻ പറ്റില്ല, കുറേ സബ്ജക്ട്സാണ്. ആ സബ്ജക്ട്സ് തീർന്നു കഴിഞ്ഞാൽ ഇന്ന ഒരു ടൈം തീരും. ഇവിടെ നോർമലി അത്യാവശ്യം രീതിയിൽ തണുപ്പ് വിൻ്റർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ന്യൂസിലൻഡിൽ. അപ്പം ഞാൻ റൊട്രുവ എന്നുള്ളൊരു സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം പെട്ടെന്ന രീതിയിൽ ക്ലൈമറ്റിക് ചേഞ്ചും കാര്യങ്ങളൊക്കെ മാറുന്നുമുണ്ട് അതനുസരിച്ച്. അതേപോലെ തന്നെ ഇപ്പം പുതിയതായിട്ട് ഇവിടെ വരുന്ന ആൾക്കാരാണെങ്കിൽ അതനുസരിച്ച് സ്ഥലങ്ങളൊക്കെ നോക്കിയും കണ്ടും ഒക്കെ വേണം ചൂസ് ചെയ്യാനായിട്ട്. കാരണം ഇവിടെ റൊട്രുവയിൽ ആകെ ഒരു യൂണിവേഴ്സിറ്റി അല്ല, ഒരു കോളേജാണ് ഉള്ളത്, ടോയ്ഹോമായി എന്ന് പറഞ്ഞാൽ. ഞാൻ അവിടെയാണ് പഠിക്കുന്നത്. അപ്പം ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന കോഴ്സ് ഇപ്പോൾ ഒരു ബ്രേക്ക് ആയതുകൊണ്ടാണ് എൻ്റെ ഒരു റുട്ടീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് കോളേജായിരിക്കും ഇപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് നോർമലി കോഫിയും കാര്യങ്ങളും പിന്നെ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ മീൽ പ്രപ്പ് പോലെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇവിടെ നമുക്ക് വീക്കിലി കാര്യങ്ങളാണ് സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പം നമുക്ക് വീക്കിലി ഉള്ള സാധനങ്ങൾ അതനുസരിച്ച് റൂട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ബേർഡനൊക്കെ കുറയും. പിന്നെ ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്ന പിള്ളേരാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹെയർ ലോസ് ഉണ്ടാവും, അങ്ങനെ കുറേ ആൾക്കാർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഹെയർ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷെ നിങ്ങൾ അതനുസരിച്ച് നോക്കിയാൽ മതിയാവും. ഇവിടെ സൾഫർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ്. പക്ഷെ എന്നാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. വലിയ അത്ര പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ പ്രശ്നമുണ്ട്, ഇല്ല എന്ന് വെച്ചാൽ ഇല്ല, അങ്ങനെയാണ്. അപ്പം ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഉച്ചക്കും രാത്രിത്തേക്കുള്ള ചിലപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും ഉണ്ടാക്കുന്നത്. ചില സമയത്ത് ഇന്നൊരു പെർട്ടിക്കുലർ ടൈം ചിലപ്പോൾ പുറത്തുനിന്ന് വാങ്ങും. ഇവിടെ സാറ്റർഡേ സൺഡേ അതിനുള്ള മാർക്കറ്റ് ഉണ്ടാവും. ഫുഡ് മോർണിംഗ് തൊട്ട് 12 o'clock വരെ അത് അവൈലബിലിറ്റി ഉണ്ടാവും. തേഴ്സ്ഡേ മാർക്കറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പിന്നീട് കാട്ടിത്തരാം. ഇത് ഞാനിപ്പോൾ ഒരു കണ്ടെയ്നറിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് എല്ലാത്തിനും ആക്സസിബിലിറ്റി കിട്ടാൻ വേണ്ടി എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പം ഇവിടെ ഉള്ള ഒരു അത്യാവശ്യം രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആ കണ്ടെയ്നറെന്ന് പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കൂടി കാണുന്ന വ്യൂ ആണ്. ഇവിടെ നിൽക്കുന്നത് വെച്ചപ്പോൾ എല്ലാം ഫേണിഷ്ഡ് ആയിട്ട് കിട്ടും. ചില സ്ഥലത്ത് നിങ്ങൾക്ക് അങ്ങനെ നോക്കി വാങ്ങാൻ, ചിലത് അൺഫേണിഷ്ഡ് ആയിരിക്കും. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതി സ്ഥലമാണ് എടുത്തത്. ഇതിപ്പോൾ എൻ്റെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് തന്നെ ഓണേഴ്സിൻ്റെ അവരുടെ വീടിൻ്റെ ഇതാണ് കാണുന്നത്. ഇത് ഞാൻ മൊത്തത്തിൽ പിന്നെ കാട്ടിത്തരാം. അപ്പോൾ അതിനുള്ളൊരു കാലില്ല, കാരണം ഞാനിപ്പോൾ 2 കോഫി ആയിട്ട് ഉണ്ടാക്കണം കേട്ടോ. അത് ഞാനും ഹസ്ബൻഡുമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് ഉറങ്ങുവാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള എൻ്റെ എല്ലാ പരിപാടികളും ചെയ്ത് ഞാൻ കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം ടി വിയൊക്കെ കണ്ട് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വെച്ച് കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച് പിന്നെ ഉച്ചക്കത്തേക്ക് മോർണിംഗ് ആയിട്ട് എല്ലാം കൂടി എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വരുന്ന മിക്ക ആൾക്കാർക്കും ഞാനുൾപ്പെടെ നാട്ടിലുള്ള സമയത്ത് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി എല്ലാം ചെയ്ത് പൊക്കോളും. കാരണം നമുക്ക് ആരും ഉണ്ടാവില്ല ചെയ്തു തരാൻ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ ചില ആൾക്കാർ മീൽ പ്രിപ്പ് ചെയ്യാറുണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ ചില സമയത്ത് എനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവാറുള്ളൂ. ചിലപ്പം ചില സമയത്ത് റൈസ് കഴിക്കാൻ തോന്നുന്നില്ല. അപ്പം നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. ഞാനങ്ങനെ ചെയ്യാറില്ല. ഓൺ സ്പോട്ടാണ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നി അങ്ങനെ ഉണ്ടാക്കാറ്. അപ്പോൾ ഞാനിതെല്ലാം ഈ വീഡിയോസിലും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പെട്ടെന്ന് ഉണ്ടാക്കി ഇത് കാണിക്കാൻ വലിയ ലോങ് വീഡിയോ ഒന്നും ആക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിന് വല്ല റെസിപ്പി എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വേറെ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനിതാണ് പെട്ടെന്ന് ഉണ്ടാക്കിയ കുറച്ച് ബീഫ് കറിയും പിന്നെ പത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ പെയർ ചെയ്തു. അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്കപ്പോൾ ഇവിടെ വരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ താങ്ക് യു.